പ്രശ്നത്തെ പറ്റി പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ തന്നെത്താൻ പണം കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് സന്തോഷം തോന്നാം. അതോടൊപ്പം മറ്റുള്ളവർ അതിനെ സ്വീകരിക്കുന്ന രീതിയെ കുറ്റപ്പെടുത്താൻ തോന്നുകയുമില്ല. ഏറെ വിശേഷപ്പെട്ട രീതിയിലാണ് ചിലർ പണം കൈകാര്യം ചെയ്യുക എന്ന് കരുതി ആരെയും അക്കാര്യത്തിൽ ഭ്രാന്തനാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഇതാണ് കാര്യം. ഒരാൾ ഉൾക്കൊള്ളുന്ന പാഠം വിവിധ വസ്തുക്കളെ അനുസരിച്ചിരിക്കും. പല തലമുറകളിൽ ജനിച്ചവർ, വ്യത്യസ്തമായ മൂല്യങ്ങളുള്ള പല നിലവാരത്തിലുള്ള വരുമാനം ലഭിക്കുന്ന മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടവർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനിച്ചവർ, നാനാവിധത്തിലുള്ള സമ്പദ്ഘടനകളിൽ ജനിച്ചവർ, വൈവിധ്യമുള്ള പ്രേരണകളാലും ഭാഗ്യനിർഭാഗ്യങ്ങളാലും നിയന്ത്രിക്കപ്പെട്ട ജോലി സാധ്യതകൾ അനുഭവിച്ചവർ, ഇവരെല്ലാം വിഭിന്നങ്ങളായ പാഠങ്ങളാണ് പഠിച്ചിട്ടുണ്ടാവുക. ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓരോരുത്തർക്കും തനതായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അനുഭവിച്ച വസ്തുതകളാകും പറഞ്ഞു കേട്ടതിനേക്കാൾ ശക്തമായി നിൽക്കുക. അതിനാൽ നമ്മളെല്ലാവരും, നിങ്ങളും ഞാനും മറ്റെല്ലാവരും, ധനത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് ദൃഢമായ ചില വിശ്വാസങ്ങളോടെയാണ് ജീവിക്കുക. ആ വിശ്വാസങ്ങൾ ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഭ്രാന്തമെന്ന് തോന്നുന്ന ഒരു ആശയം എനിക്ക് ശരിയായി തോന്നിയേക്കാം. ദാരിദ്ര്യത്തിൽ വളർന്ന ഒരാൾ പ്രതിസന്ധികളെ നേരിടുന്നതിനെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും ചിന്തിക്കുന്ന രീതി ധനികനായ ഒരു ബാങ്ക് ഉടമയുടെ മകന് എത്ര ശ്രമിച്ചാലും മനസ്സിലാവില്ല. വിലക്കയറ്റം കൂടുതലായിരുന്ന സമയത്ത് ജീവിച്ച ഒരാൾ അനുഭവിച്ചത് സ്ഥിരത ഉണ്ടായിരുന്ന കാലത്ത് ജീവിച്ചയാൾ ഒരിക്കലും അനുഭവിക്കുകയില്ല. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കാലത്ത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ഓഹരി മല്ലാളിനുണ്ടായ അനുഭവം 1990കളിലെ നല്ല കാലത്ത് സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല. 30 വർഷമായിട്ട് സാമ്പത്തിക മാന്ദ്യം എന്തെന്നറിയാത്ത ആസ്ട്രേലിയക്കാരൻ്റെ അനുഭവം ഒരു അമേരിക്കക്കാരന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ പലതും ഇത്തരം അനുഭവങ്ങളുടെ പട്ടിക അവസാനിക്കുന്നില്ല. പണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന പല സംഗതികളും എനിക്കറിയില്ല. മറിച്ചായാലും ശരി തന്നെ, എൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായ വിശ്വാസങ്ങളും ലക്ഷ്യങ്ങളും മുൻകരുതലുകളുമാകാം നിങ്ങൾക്കുണ്ടാകുക. അതിനർത്ഥം നമ്മളിൽ ഒരാൾ മറ്റേയാളേക്കാൾ മിടുക്കനാണെന്നോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട വിവരങ്ങൾ ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നോ അല്ല. വ്യത്യസ്തവും ഒരുപോലെ പ്രേരിപ്പിക്കുന്നതുമായ അനുഭവങ്ങളിൽ നിന്നും രൂപം കൊണ്ട ജീവിതങ്ങളാണ് നമ്മൾ രണ്ടുപേർക്കും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് അതിനുള്ള കാരണം. പണത്തെക്കുറിച്ച് നിങ്ങളുടെ സ്വകാര്യ അനുഭവങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്ന അത്തരം കാര്യങ്ങളുടെ 0.001 എക്സെട്ര ശതമാനമായി യോജിക്കുമായിരിക്കും. പക്ഷേ ഈ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം 80% ശരിയായിരിക്കും. അതിനാൽ സാമ്പത്തിക മാന്ദ്യം എങ്ങനെ, എന്തുകൊണ്ട് സംഭവിക്കുന്നു, നമ്മൾ പണം എങ്ങനെ നിക്ഷേപിക്കണം, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്, എത്രത്തോളം അപകട സാധ്യത ഏറ്റെടുക്കണം എന്നീ കാര്യങ്ങളിൽ ഒരേപോലെ മിടുക്കരായ രണ്ടുപേർ തമ്മിൽ യോജിക്കണമെന്നില്ല. 1930കളിലെ അമേരിക്കയെ പറ്റിയുള്ള പുസ്തകത്തിൽ ഫ്രെഡറിക് ലെവിസ് അലൻ എഴുതിയിട്ടുള്ളത് ഇപ്രകാരമാണ്: ആഗോള മാന്ദ്യം ആയിരക്കണക്കിന് അമേരിക്കക്കാരെ മാനസികമായി ബാധിച്ചു. അത് അവരുടെ ജീവിതാവസാനം വരെ നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ പലതരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. 25 വർഷത്തിന് ശേഷം പ്രസിഡന്റ് പദത്തിന് മത്സരിക്കുന്ന ജോൺ എഫ് കെന്നഡിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, സാമ്പത്തിക മാന്ദ്യം നിലനിന്ന കാലത്തെക്കുറിച്ച് ഇപ്പോഴും ഓർമ്മയിൽ നിലനിൽക്കുന്നത് എന്താണെന്ന്. കെന്നഡിയുടെ മറുപടി ഇതായിരുന്നു: രാജ്യത്തെക്കുറിച്ച് നേരിട്ടുള്ള അറിവൊന്നും എനിക്കില്ല. എൻ്റെ കുടുംബത്തിന് ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിച്ച സ്വത്തുക്കളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അപ്പോഴത്തെ മൂല്യം ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു. വലിയ വീടുകളും ധാരാളം ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. ആ കാലത്ത് ഞങ്ങൾ വളരെയധികം യാത്രകൾ പോവുകയും ചെയ്തു. ആ മാന്ദ്യത്തെക്കുറിച്ച് നേരിട്ടറിയാവുന്ന ഒരേ ഒരു കാര്യം, എൻ്റെ അച്ഛൻ കൂടുതൽ ആളുകളെ പൂന്തോട്ടത്തിലെടുക്കാൻ നിർത്തിയതാണ്. അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ഭക്ഷണത്തിനുള്ള വക ഉണ്ടാക്കാൻ സഹായിക്കുകയായിരുന്നു. ഹാർവാർഡിൽ പഠിച്ചപ്പോൾ മാത്രമാണ് മാന്ദ്യത്തെക്കുറിച്ച് ഞാൻ കാര്യമായി മനസ്സിലാക്കിയത്. 1960ലെ തെരഞ്ഞെടുപ്പിൽ ഈ വാക്കുകൾ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. പ്രധാനപ്പെട്ട ഇത്രയും സാമ്പത്തിക സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുക? 2ാം ലോക മഹായുദ്ധത്തിലെ കെന്നഡിയുടെ അനുഭവ സമ്പത്ത് കൊണ്ടാണ് ഇതിന് മറയിടാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ തലമുറയെ മാനസികമായി ബാധിച്ച മറ്റൊരനുഭവമായിരുന്നു അത്. അതിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യ എതിരാളി ഹ്യൂബർട്ട് ഹാംഫ്രിക്ക് യാതൊരു അനുഭവ സമ്പത്തും ഇല്ലായിരുന്നു. നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി ഇതാണ്: പഠിച്ചത് കൊണ്ടോ തുറന്ന മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ടോ പേടിയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും ശക്തിയെ നേരിടാൻ നമുക്ക് സാധ്യമല്ല. ആഗോള മാന്ദ്യത്തിൻ്റെ സമയത്ത് എല്ലാം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് എനിക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷേ അത് സ്വയം അനുഭവിച്ചറിഞ്ഞവരുടെ മനസ്സിലെ മുറിവുകളെക്കുറിച്ച് എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിലൂടെ കടന്നു വന്ന ഒരാൾക്ക് ഞാൻ ഓഹരികൾ സമ്പാദിക്കുന്നതിനെക്കുറിച്ച് ഇത്രയും ലളിതമായി പ്രതികരിക്കുന്നതും മനസ്സിലാക്കുവാൻ സാധിക്കില്ല.
ഞങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായ കണ്ണുകളിലൂടെയാണ് ലോകത്തെ കാണുന്നത്. സ്പ്രെഡ്ഷീറ്റുകൾ പരിശോധിച്ച് ഓഹരി വിലയിൽ വലിയ വീഴ്ച ഉണ്ടാകാവുന്ന സമയം ഏതാണ്ട് കണ്ടുപിടിക്കാം. പക്ഷെ ഓഹരി വിപണിയിൽ നടത്തിയ നിക്ഷേപം തൻ്റെ മക്കളുടെ ജീവിതം തകർക്കുമോ എന്ന പേടിയോടെ കുട്ടികളുടെ മുഖത്ത് നോക്കുന്ന അച്ഛൻ്റെ വികാരം അങ്ങനെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്ന തോന്നലുണ്ടാകാം. എന്നാൽ അത്തരം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താൻ തക്കവണ്ണം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ലോകത്തിൻ്റെ പ്രവർത്തനം നമുക്കറിയാമെന്നാണ് ഓരോരുത്തരുടെയും വിശ്വാസം. പക്ഷെ അതിൻ്റെ ഒരു ചെറുകണം മാത്രമാണ് നാം എല്ലാം അനുഭവിച്ചിട്ടുള്ളത്. മൈക്കൽ ബാഡ്നിങ് എന്ന നിക്ഷേപകൻ പറയുന്നത് നോക്കൂ, ചില പാഠങ്ങൾ അനുഭവത്തിലൂടെ മാത്രമേ മനസ്സിൽ പതിയുകയുള്ളൂ. വിവിധ തരത്തിൽ ഈ സത്യത്തിൻ്റെ ഇരകളാണ് നാം എല്ലാം. ഈ ലോകത്ത് സംഭവിച്ച കാര്യങ്ങളിൽ 0.001% മാത്രമാണ് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വകാര്യ അനുഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ ലോകം എങ്ങനെ ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ 80% ഒരുപക്ഷെ ശരിയായിരിക്കാം.